ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതിനായിട്ട് 300 ഗ്രാം ചിക്കൻ കുക്കറിലിട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഒരു സ്ട്രിങ്സ് ആവുന്ന പോലെ അടിച്ചെടുത്തു. ഒരു പ്രാവശ്യം അടിക്കാവൂ, അല്ലെങ്കിൽ അത് ഒരുപാട് പൊടിഞ്ഞു പോകും. ഇനിയും വേണ്ടുന്നത് നമുക്ക് ഉരുളക്കിഴങ്ങ് ആണ്. ഇത് ഞാനിപ്പം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. ഇതിപ്പം 2 ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് സവാളയാണ്. ഇത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടുന്നത് 2 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇത് 5 പച്ചമുളക്, ഒരു ഇടത്തരം പച്ചമുളക്, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്താണ്. മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരിഞ്ഞുകൊണ്ട് ചതച്ചെടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചിക്കനിൽ ചേർത്താണ് വേവിച്ചത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി പോയത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. പിന്നെ വറുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളതാണ്. ഇത് 6 ബ്രെഡ് പൊടിച്ചെടുത്താണ്. ബ്രെഡ് ക്രംസിന് വേണ്ടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസ് ആകും. 6 ബ്രെഡ് ക്രംസ്, 2 മുട്ട, 1 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇനി നമുക്ക് ആദ്യം മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാവുന്ന. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ നമുക്ക് ആ സവാള എന്നിട്ട് കൊടുക്കാം. കോൺഫ്ലവർ വേണമെന്ന് നിർബന്ധമില്ല. അവസാനം ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു ഇച്ചിരി കൂടെ ബലം കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ബ്രെഡ് മാത്രം ചിലപ്പം വാങ്ങിക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആ പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ഗരം മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മല്ലിയിലയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. പകുതി നമുക്ക് അവസാനം ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ചിക്കനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അധികം ചിക്കൻ പീസൊക്കെ കുറവായിരിക്കില്ലേ. അപ്പോൾ ഇതങ്ങനെയല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ചിക്കനൊക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എല്ലാം വേവിച്ചതിന് ശേഷം എല്ലാമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനായിട്ട്. ഒരുപാട് പൊടിക്കുകയും ചെയ്യരുത്, ഒന്നൊന്ന് കറക്കെടുത്താൽ മതി. അത് സ്ട്രിങ്സ് ആയിട്ട് വരുന്നവരെയൊന്ന് അതിൻ്റെ നാര് പോലെ ആവുന്നവരെയൊന്ന്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കി ചേർക്കണം, കാരണം നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് നോക്കാം. എന്നിട്ട് അവസാനം ഒന്ന് നോക്കാം ഉപ്പ് മതിയാവുമോ എന്ന്. നമുക്ക് ആ ബാക്കിയുള്ള മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി. നമുക്ക് യോക്ക് മാറ്റിയിട്ട് വെള്ള മാത്രമാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇല്ല, അത് ഇച്ചിരി വെള്ളം ചേർത്ത് കലക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് ഇല്ലേലും കുഴപ്പമില്ല, അധികം ചൂട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് പൊടിഞ്ഞു പോകുമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിലേക്കൊരു പിടുത്തം കിട്ടാനായിട്ടൊരു 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ല, അതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. 2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കുപ്പിയുടെയൊക്കെ അടപ്പില്ലേ, വലിയ കുപ്പിയുടെയൊക്കെ അടപ്പ്, അതിൽ വെച്ച് അത് മോൾഡ് പോലെ വെച്ച് അതിൽ വെച്ചെടുത്താലും മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു 14-15 കട്ട്ലേറ്റ് കിട്ടും. ഇനി നമുക്കിനി ഓരോ കട്ട്ലേറ്റായിട്ട് എടുത്ത് ആദ്യം ആ എഗ് വൈറ്റും കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വറുക്കാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പകുതി കോട്ട് ചെയ്ത് വെച്ചിട്ട് അത് വറുക്കാൻ ഇട്ടതിന് ശേഷം ബാക്കി കോട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ആ കട്ട്ലേറ്റ് എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക.
പകുതി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇത് എന്താണ് നമ്മൾ ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പകുതി ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഹൈ ഫ്ലെയിമും ആവില്ല, ലോ ഫ്ലെയിമും ആവില്ല. ഹൈ ഫ്ലെയിമിലാകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, കാരണം ബ്രെഡ് ക്രംസ് അല്ലേ. പിന്നെ ലോ ഫ്ലെയിം ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എണ്ണ ഒരുപാട് വലിച്ചെടുക്കും. അപ്പം തീ ഒന്ന് എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് പിന്നെ എളുപ്പമാകും, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്താണ്. പിന്നെ ആ കോട്ട് മാത്രം ഒന്ന് ബ്രൗൺ കളറായാൽ മതി. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട, നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എത്രയാണ് ഒരു കട്ട്ലേറ്റിനൊക്കെ ബേക്കറിയിൽ നമ്മൾ വാങ്ങിക്കുന്നത്. ഞാൻ ആ രണ്ടാമത്തെ സെറ്റും കൂടെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ആകെ നല്ല ജ്യൂസി ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.